celebrating motherhood. മലയാളി വീട്ടമ്മ. ലോകത്തിന്റെ ഏത് കോണിലായാലും മലയാളിത്തം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വീട്ടമ്മയെ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. നിരപര മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി, കോ ബ്രാൻഡഡ് ബൈ സെറയുടെ വിസ്മയങ്ങൾ നിറഞ്ഞിരിക്കുന്ന മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളി വീട്ടമ്മയുടെ ഒരു രണ്ടാം ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ പുതുമയേറിയ കാഴ്ചകൾ, വാശിയേറിയ മത്സരങ്ങൾ, അതിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പമുണ്ട് നമ്മുടെ പ്രിയങ്കരായ ജഡ്ജസ്, ഒപ്പം പ്രശസ്ത അഭിനേത്രി ശൃന്ദയും. നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസുമായിട്ട് ഇനി വേദിയിലേക്ക് എത്തുന്നത് സനമാണ്, മകളുമൊത്ത്. എൻ്റെ പേര് അനേക, ഞാൻ 7th പഠിക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അമ്മയാണ് നന്നായി ഡാൻസ് കളിക്കുക, എനിക്ക് അതിൻ്റെ കുറച്ച് പോലും കിട്ടിയിട്ടില്ല. మంచి బీట్ వస్తుంది, పిచ్చ పాట వస్తుంది. అబ్బాయి మనసునే అమ్మాయి లాగేసి తలగడలా నొక్కేస్తే ఏమైతాది? మస్తు మాస్ వస్తుంది, బెస్ట్ ఊపు వస్తుంది. నా రాకాసే నువ్వే బయటేసి అట్టా దోపేస్తే టాపులేసి పోందే పోందే పప్ప, టాపులేసి పోందే పోందే పప్ప. రారో రారో నా శివ కాసి అగ్గి రాజేసి సిగ్గు పెట్టేస్తే టాపులేసి పోందే పోందే పప్ప, టాపులేసి పోందే పోందే పప్ప. చెట్టు మీద మ్యాంగోలా నువ్వెంత చక్కగున్నావే, చాకు లాంటి పిల్లాడే ఎంత షార్పుగున్నాడే. చాకొచ్చి మ్యాంగో కోస్తే టాపులేసి పోతే, కన్నే కొట్టాబంటే టాపులేసి పోతే, ముట్టే పెట్టాబంటే టాపులేసి పోతే, అయ్యే పట్టాబట్టే టాపు టాపు టాపులేసి పోతే రో. అమ్మాయి మనసులో అబ్బాయి దూరేసి కితకితలే పెట్టేస్తే ఏమైతాది? మంచి బీట్ వస్తుంది, పిచ్చ పాట వస్తుంది. సమ్మర్లోన లస్సీలా, వింటర్లోన కాఫీలా, ఊరిస్తున్నావే పట్టెల్లాగేస్తున్నావే పిల్ల, పొంగే పొంగే పూరీలా. రాఘోకేమో తమ్ముళ్ళ, జాకీ చాన్ అల్లుళ్ళ, ముద్దొస్తున్నావే వచ్చి గుద్దేస్తున్నావే అమ్మో బ్రేకుల్లేని లోరీలా. రాయే రాయే రాకాసి అట్ట నవ్వేసి గుండె తవ్వేస్తే రారో రారో చిట్టికేసి షట్టు మడతేసి కాలరెగరేస్తే టాపులేసి పోతే, ఓని కట్టాబంటే టాపులేసి పోతే, పూలే పెట్టాబంటే టాపులేసి పోతే, ఇల్లే కొట్టామంటే టాపు టాపు టాపులేసి పోతిరో. ఇంగ్లీషులోన దండ పెట్టనెప్పుడు తేట తెలుగులో మీకు వందనం. ఫేసు క్రీము గట్ర పుయ్యలేదు ఎప్పుడు, నాకు ఇష్టమంట పసుపు సెందనం. సెల్లు నంబరే లేదు నాకు అసలే, డోరు నంబరే మీకు ఇస్తలే. సెంటు బాటిలే ముట్టనైన ముట్టలే, సన్న జాజులంటే సెట్టు మోజులే. ఏ స్టార్ హోటల్ బొట్టు పెట్టి పిలిచిన దవా దవా దావాకే బరుగు తీస్తలే. డిస్కోలో
ఎందుకంటే నేను పక్కా లోకల్ నేను పక్కా లోకల్ నేను వాడే గాజులు కోకారైకల్ అన్ని ఊరమాసు లెక్కలు నేను పక్కా లోకల్ నేను పక్కా లోకల్ నేను వాడే గాజులు కోకారైకల్ అన్ని ఊరమాసు లెక్కలు ഇത് പാട്ട് സനം പക്കാ ലോക്കൽ സനം പക്കാ ലോക്കൽ ആയിട്ടുണ്ടായിരുന്നല്ലോ. പൊളിച്ചടുക്കി സനം. And മോളുടെ പേരെന്താ? അനീഖ. ശരിക്കും ഉണ്ടല്ലോ, എനിക്ക് ഇപ്പൊ സനത്തിനടുത്ത് അസൂയ തോന്നുന്നത്. സനത്തിന് തോളോടൊപ്പം നിൽക്കാൻ പറ്റണ ഇതുപോലൊരു മകളുള്ളതില് സീരിയസ്ലി പെൺകുട്ടികളുള്ള എല്ലാ അമ്മമാർക്കും സന്തോഷിക്കാം. ബിക്കോസ് പെൺപിള്ളേര് സൂപ്പറാണ് അല്ലേ? ജഡ്ജസ്, എൻ്റെ ഡ്രസ്സ് ഹെവി ആയിപ്പോയി. ഇല്ലായിരുന്നു ഈ ചെറുക്കൻ്റെ കൂടെ ഞാൻ ഡാൻസ് ചെയ്തേനെ. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ മോള്? ആള് ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. ഓ മൈ ഗോഡ്. നിങ്ങൾ ഈ ഒരു റൗണ്ടിലോട്ട് വരുമ്പം ഞങ്ങൾ വിചാരിച്ച വീട്ടമ്മമാരെ അല്ല കേട്ടോ. ഞങ്ങള് വാക്ക് പറഞ്ഞല്ലേ, അതൊരിക്കലും മാറ്റില്ല. സത്യം കേട്ടോ, നിങ്ങൾ വാക്ക് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇത്രയും ആ വാക്ക് പാലിക്കുന്ന ഞാൻ വിശ്വസിച്ചില്ല. సనం గారు చాలా బాగా చేశారు, అదిరిపోయింది. എന്ന് വെച്ചാൽ చాలా బాగా చేశారు, വളരെ നന്നായിട്ട് ചെയ്തു. അതിരിപ്പോയിന്റ് മീൻസ് വണ്ടർഫുൾ. താങ്ക് യു. നന്നായിരുന്നു. ഒരു തെലുഗു ഫിലിം കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. നിങ്ങൾ രസിച്ച മറ്റേ ആ മൊമെന്റ്സ് ഒക്കെ ചെയ്തപ്പോ നല്ല ഗെറ്റപ്പ്, ചേർച്ചയുണ്ട്. കണ്ടിന്യൂ ചെയ്യൂ. സനത്തിന് എന്തോ തന്നാലും you put your 100% into it. Those movements were fluid, was like masti, was bang on. It was all great entertainment. Hats off to the dancers. They're like super fabulous. സിൻഡ്ര. സനം മേരി ജാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കട്ട ഫാൻ കേട്ടോ. എനിക്ക് ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സനത്തിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നുന്നു മോള് ആ എനർജി കുറച്ച് എടുത്തോ, നല്ലതാണ്. എനിക്ക് പൊതുവെ പെണ്ണുങ്ങളെ ഇങ്ങനെ കുറച്ച് അടിപൊളി ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഭയങ്കര ആ എനർജി ത്രോ ചെയ്യില്ല. കണ്ടടാ, ഞങ്ങൾക്ക് അറിയാം, നോക്കടേ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെപ്പോഴും വേണം. അത് അടിപൊളിയാണ്. എനിക്ക് സന്തോഷം തോന്നിയത് ഒപ്പം സപ്പോർട്ട് ചെയ്യുന്നത് മക്കളാണ് ഇവിടെ. ബീയിങ് മദർ ഇസ് ദ ബെസ്റ്റ്. അത് അതേപോലെ ഒരു നല്ല മക്കളെ പ്രസവിക്കാൻ പറ്റുന്നതും അവരെ അതേപോലെ കൊണ്ടു നിർത്തിയിട്ട് ഇങ്ങനെ ഇതാക്കാൻ പറ്റുന്നതൊക്കെ വലിയ കാര്യമാണ്. താങ്ക് യു സോ മച്ച് വൃന്ദ ആൻഡ് ജഡ്ജസ്. സോ അനേകയ്ക്ക് ഒരു ചെറിയ ടാസ്കും കൂടി ഉണ്ട്. ഒരു വലിയ ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ, ക്ഷീണം ഉണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാൽ ഒരു കുഞ്ഞു ടാസ്കും കൂടെ. അതിൽ ഒന്നാമത്തെ കാര്യം കുറച്ച് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുക. രണ്ടാമത്തെ കാര്യം ഒരു മുട്ട ബുൾസൈ ഉണ്ടാക്കുക. ആൻഡ് മൂന്നാമത്തെ കാര്യം ഒരു ഗ്ലാസ്സിൽ പാലെടുത്ത് അതിൽ ബൂസ്റ്റ് ഇട്ട് കറക്റ്റായി പാല് കുടിക്കാൻ പാകത്തിനാക്കി വെക്കുക. അപ്പോൾ സനം എന്താണെന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കൂ. എന്നിട്ട് നമുക്ക് നേരെ ടാസ്കിലേക്ക് പോകാം.
ബുൾസൈ ഉണ്ടാക്കാനുള്ള ടൈം. മുട്ട എവിടെയാ നമുക്ക് കണ്ടുപിടിക്കണം. യെസ്. Time over. Yeah. സന തന്നെ പറയൂ, എന്താണ് എങ്ങനെയൊക്കെ ഉണ്ട്? കേൾപ്പിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയാക്കിയോ? ചപ്പാത്തി മാവ് കുഴപ്പമില്ല. കുഴപ്പമില്ല. പാലില് ബൂസ്റ്റ് കലക്കിയിട്ടുണ്ട്. ബൂസ്റ്റ് കലക്കിയിട്ടുണ്ട്. പഞ്ചസാര ഇട്ടു. ബുൾസൈല് ബുൾസൈ കറക്റ്റ് ബുൾസൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. ഉപ്പൊക്കെ ഇട്ട് പാകത്തിലാക്കി വെച്ചിട്ടുണ്ട്. യെസ്. ഓവർ ടു ജഡ്ജസ്. നമ്മള് ഇങ്ങനെ ടൈം ഫ്രെയിം ഇത്രയും കുറച്ച് സമയമുള്ളൂ, 3 കാര്യങ്ങൾ ചെയ്യണം. യു ആക്ച്വലി ബൂസ്റ്റ് മാത്രം അബ്സല്യൂട്ട്ലി സ്മാർട്ടായിട്ട് ചെയ്തു. ചപ്പാത്തി കുഴയ്ക്കുന്ന മുമ്പേ യു ഷുഡ് പുട്ട് ദ തവ ഓൺ ഐ മീൻ ദറ്റ് ചൂടാവൻ ദ സോസ് പാൻ. ഹൗ ഓൾഡ് ആർ യു? 12. Good job. Thank you, ma'am. അമ്മച്ചി എനിക്കും അതാ പറയാനുള്ളൂ. ചപ്പാത്തി കുഴയ്ക്കാൻ ഞങ്ങൾ വെള്ളം ഒഴിച്ചപ്പോൾ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, അയ്യോ മതി മതി മതി. എനിവേ ഫോർ എ 12-year-old യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. ബൂസ്റ്റാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു മിൽക്ക് ഷേക്ക് ആയിട്ട് മാറിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചപ്പാത്തി കുഴച്ചപ്പോൾ ഞാൻ കുഴക്കുന്ന പോലെ ഇരുന്നു, അതുകൊണ്ട് ഇറ്റ് ഇസ് ഓക്കെ. ബട്ട് യു ഡിഡ് എ ഗുഡ് ജോബ്. Thank you, ma'am. സനമിനെ ധൈര്യമായിട്ട് വീട് ഏൽപ്പിച്ചിട്ട് പോവാം. അതെ അതെ. ചപ്പാത്തി മാവ് കുഴയ്ക്കാന്നൊക്കെ പറയുന്നുണ്ടല്ലോ മോളെ, അത് ഒത്തിരി കുഴച്ച് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. പക്ഷെ വെള്ളം കൂടിപ്പോയി അത് സാരമില്ല, കുഴപ്പമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അന്നൊക്കെ അവിടെ നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഈ പാൻ ഇപ്പം പോയിട്ട് അവിടെ നിന്ന് ചൂടാക്കിയാലോ, ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഈസിയാക്കാം എനിക്ക് അവിടെ വന്നിട്ട് ചെയ്യാൻ തോന്നി. പിന്നെ ഒരു 12 വയസ്സ് വരെ ചെയ്യുന്നതിൽ ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ വീട്ടിലെ ബുൾസൈ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യാറുണ്ട്. ആണോ? അല്ല നമുക്കൊരു ബുൾസൈ ഉണ്ടാക്കിയാലോ? ഓ വരൂ. മലയാളി വീട്ടുപേടെ ഫ്ലോറിൽ വന്നിട്ട് ശ്രിന്ദ ഒരു ടാസ്ക് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു വിഷമാവില്ല. വരൂ. ഇത് ടാസ്ക് അല്ലേ ശ്രിന്ദ, ഇതൊരു ചെറിയ ഗെയിമാണ്. നേരത്തെ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് ഇവിടെ വരുമ്പോൾ നമ്മൾ അതിന്റെ പേര് മാറ്റി, ടാസ്കിന്റെ പേര് മാറ്റി ഗെയിം ഉണ്ടാക്കും. ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ടെൻഷൻ Conscious ആവും നമ്മള്. എനിക്ക് ശരിക്കും ബുൾസൈ ഉണ്ടാക്കാൻ അറിയോ എന്നുള്ള ടെൻഷൻ. അപ്പൊ ഞാൻ അനക്കേനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തു. ഇതാരാ കഴിക്കാൻ വരുന്നേ? എനിക്ക് തോന്നുന്നു ശ്രിന്ദയുടെ ഒരു ഫാൻ ഉണ്ട്, നമ്മുടെ ശ്രുതി. അടിപൊളിയാന്നല്ലേ? ബുൾസൈ അത്ര അടിപൊളിയാണല്ല. മുട്ട ഉപ്പ് വേറൊന്നും നമ്മൾ ചെയ്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ മുട്ടയിട്ട കോഴിയെ അപ്രീഷിയേറ്റ് ചെയ്തു. ബുൾസൈ അടിപൊളിയായിട്ടുണ്ട്. ബുൾസൈ സൂപ്പറാണ്. ബുൾസൈലൊന്നും എനിക്കൊന്നും പറയാനില്ല. ബുൾസൈ നമ്മളിവിടെ എണ്ണ ചൂടാക്കി പൊട്ടിച്ച് ഉപ്പിടുന്ന 12 വയസ്സ് വരെ കൊച്ചു ഇതിനേക്കാളും നന്നായിട്ട് ചെയ്തു. അത് ഒട്ടും ആ യോക്ക് ഒട്ടും മാറാതെ അതേ ഷേപ്പിൽ അത് പ്ലേറ്റിലാക്കി. ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയതോടുകൂടി സനത്തിനൊരു പുതിയ പേര് വീണിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നിന്നൊക്കെ വന്നതാണ്. ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയില്ല. ആ പേരാണ് പ്രായിക്കര പാപ്പാൻ. നല്ല പേരല്ലേ സനം? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത പ്രാവശ്യം മാറ്റി ഇത് അങ്ങോട്ട് ഹിറ്റ് ആവട്ടെ. സോ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം, എന്താണ് ഈ ഒരു കിഡ്സ് റൗണ്ട്? 2 പാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 2നും കൂടെ ടോട്ടൽ ആയിട്ട് സനത്തിന് എത്ര മാർക്സ് കൊടുക്കും? 85. താങ്ക് യു മാം.
സോ സനത്തിന്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 85 ആണ് ഈ ഒരു റൗണ്ടിൽ. മോളും കൂടെ ചേർന്ന് മേടിച്ചു കൊടുത്ത മാർക്കാണ്. സന്തോഷയില്ലേ? ശാരിവള്ളി, ശകുന്തളവള്ളി, വെള്ളത്തിലിട്ടാൽ ചീയാത്ത വള്ളി. ഏതാ ഈ ശാരി ശകുന്തള എന്നാണ് ബൈജു ആലോചിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടപ്പോ പരസ്പരം സംസാരിച്ച വാക്ക് എന്താണ്? ഈ പുള്ളി ഡ്യൂട്ടിയിലുള്ള ദിവസം എനിക്ക് വരാൻ താല്പര്യമില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയാണ്? ഈ പുള്ളി ഡ്യൂട്ടിയിലുള്ള ദിവസം വീട്ടിൽ കയറാറില്ലേ? ഐ ലവ് യു. ഐ ലവ് യു ഭാര്യ പഴം കഴിപ്പിച്ച യുവാവ് അത്യാസന നിലയിൽ. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. മീറ്റ് ദ സെലിബ്രിറ്റി കപ്പിൾ റൗണ്ടില് ഇന്ന് നമ്മുടെ കണ്ടസ്റ്റൻസിനോട് മാറ്റുരയ്ക്കാൻ എത്തുന്നത് ബിനുവും ബിനുവിന്റെ വൈഫ് സിമിയുമാണ്. निगोरी तेरा ठुमका बड़ा किंकी किंकी टाइप दा, निगोरी तेरा झुमका बड़ा फंकी फंकी टाइप दा, कटीली तेरी अखियां जैसे नोग रुगीली नाइब दा, निगोरी तेरा नखरा बड़ा हैंगी फैंकी टाइप दा, किसी हिट गाने पे जो कमर मटका देगी तू, फटीचर से ये दिल बन जाएगा शहजादा, ऊंची वाली हील पहन कर डांस बसंती, डांस बसंती, हर लिमिट की हाइट का चढ़ कर डांस बसंती, come on डांस बसंती, डांस बसंती, डांस बसंती. ബിനു ആൻഡ് സിമി നല്ല ഗംഭീര എൻട്രി ആയിരുന്നു. ഞങ്ങളുടെ ഡാൻസേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഡാൻസ്, നല്ല നല്ല പഞ്ച് എൻട്രി. നല്ല പഞ്ച് എൻട്രി. കുറെ നാളായോ ഇപ്പൊ ഇതുപോലെ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ട്, മിനി സ്ക്രീനിലേക്ക് വന്നിട്ട്? ഇല്ല, ഒരു 3 മാസം മുമ്പ് ഞാൻ വേറൊരു പരിപാടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യ. സിനിമാക്കാരനായിട്ട് അങ്കമാലി ഡയറീസ്. അങ്കമാലി ഡയറീസിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ശൈലനെ കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ല. ഭയങ്കര താടി മുടിയൊക്കെ ആയിട്ട് വേറൊരു ഗെറ്റപ്പ് ആയിരുന്നു. കഷ്ടായി പോയി. എന്നാലും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ? ഞാനുണ്ട് അവർക്കൊക്കെ മനസ്സിലായില്ലേ? അവർക്കൊക്കെ മനസ്സിലായി, പക്ഷെ എല്ലാവർക്കും അധികം കാണാൻ പറ്റിയില്ല. എന്താ? 8 സീൻ ഷൂട്ട് ചെയ്ത് 2 സീനിലെ പടത്തിലുള്ളൂ. അപ്പൊ അവർ തുമ്മിയോരാരും കണ്ടിട്ടില്ല. തുമ്മിയോര് കണ്ടില്ല. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു ജലദോഷം ഉണ്ടെങ്കിൽ പടം കാണാൻ പോണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സാരമില്ല, ഇങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ പിന്നെ അങ്ങോട്ടേക്ക് വെച്ചടി കയറ്റം ആവട്ടെ. താങ്ക് യു. എന്റെ നല്ല നാക്കാ. ഈ സീൻ ഒരുപാട് അഭിനയിച്ചിട്ട് കട്ട് ചെയ്യുന്നതേ ബിഗിനിങ് ആൾക്കാർക്ക് മാത്രമല്ല, ഞാനും ഒക്കെ ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ട് 10-35 സീനൊക്കെ അഭിനയിച്ച് സോങ് ഒക്കെ കഴിഞ്ഞിട്ട് സിനിമയിൽ നോക്കുമ്പോൾ സോങ്ങും കാണില്ല, സീനും കാണില്ല. എക്സ്പീരിയൻസ് ഉണ്ടോ? ഓ പിന്നെ ഹോംലി മിൽസ് എന്ന് പറഞ്ഞ മൂവിയിൽ ഇതേപോലെ മൂവിയുടെ സെക്കൻഡ് ഹാഫിൽ എൻ്റെ ഒരു വേറൊരു ഗെറ്റപ്പ് തന്നെ ഫുൾ കട്ടാക്കി. ഞാൻ തിയേറ്ററിൽ നിന്ന് പോഹോ ഇതെല്ലാം പോയല്ലോ. അപ്പൊ എല്ലാ ഫേമസ് വ്യക്തികളുടെ ഇങ്ങനെ തന്നെയാണല്ലേ? അപ്പൊ എനിക്ക് പ്രതീക്ഷിക്കാല്ലേ? ഓ പ്രതീക്ഷിക്കാം. അമ്മച്ചിയുടെ സീൻ വല്ല ആരെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടോ? മുത്തശ്ശി കഥ മുഴുവൻ മുത്തശ്ശി അല്ലായിരുന്നു, പിന്നെ എവിടെ ഇട്ട് കട്ടാനോ? പോയിന്റ്. സാരമില്ല അമ്മച്ചി, അടുത്ത സിനിമയിൽ കട്ട് ചെയ്തോളും. അങ്ങനെ തന്നെ വരും. ഇതാണ് നമ്മുടെ മലയാളി വീട്ടമ്മമാർ. അപ്പൊ മലയാളി വീട്ടമ്മമാരെ കാണാറുണ്ടോ? ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചെറിയ വാവയുണ്ടായി. അതുകൊണ്ട് എനിക്ക് എല്ലാ എപ്പിസോഡ്സും കണ്ടിന്യൂസ് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ കാണാറുണ്ട്. പിന്നെ മലയാള തനിമയുള്ള കുറെ നല്ല വീട്ടമ്മമാര്, നല്ല അമ്മമാര്, നല്ല ഭാര്യമാര്, എല്ലാ ആശംസകളും നേരുന്നു സ്നേഹത്തിന്റെ ഭാഷയിൽ. സിമി വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് അന്ത്യോദയ എന്ന് പറഞ്ഞ ഒരു സോളാർ പ്രോഡക്ട്സിന്റെ ഓഫീസിലാണ്. സോളാർ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോളാർ അല്ല, ഞങ്ങളുടെ നല്ല സോളാറാണ്. എപ്പോഴെങ്കിലും സിനിമയിലേക്ക് ഒരു എൻട്രി? സിനിമയിലേക്ക് 2-3 തവണ വിളി വന്നിരുന്നു. പോവാൻ പറ്റിയൊരു സിറ്റുവേഷൻസ് അല്ലായിരുന്നു അന്ന്. പിന്നെ ഒരു സിനിമയിൽ ഞാനും മോളും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, സായ് കുമാറിന്റെ ഒപ്പം ഒരു ബ്ലാക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇയർ ഒരു സിനിമയിൽ വിളിച്ചപ്പോഴേക്കും പോവാൻ പറ്റിയില്ല. ഇനിയും അവസരങ്ങൾ വെരി ഗുഡ്. അപ്പം ഭാര്യയും ഭർത്താവും നിങ്ങളൊരു സിനിമാ കുടുംബം അല്ലെങ്കിൽ ഒരു മിനി സ്ക്രീൻ കുടുംബമായിട്ട് അങ്ങനെ ചാൻസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കിട്ടിയാൽ മതി. 3 പിള്ളേരുണ്ട്, പിന്നെ ഒരു കുഞ്ഞു കൊച്ചുണ്ടല്ലോ, അപ്പൊ അതിനെ ഇട്ടിട്ട് അഭിനയിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അത് കുഴപ്പമില്ല, നേരെ തിരിച്ച് ആർക്ക് വേണമെങ്കിലും കുട്ടികളെ നോക്കാമല്ലോ അല്ലേ? കുട്ടികളെ ആർക്ക് വേണമെങ്കിലും നോക്കാം. ഇനി നമുക്ക് ഇവിടെ കുറച്ച് വിശേഷങ്ങളുണ്ട്. നമ്മുടെ
ഒരു കപ്പിളിനെ നമ്മൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങളുമായിട്ട് ചെറിയൊരു മത്സരമാണ് ഞങ്ങളുടെ ഉദ്ദേശം. സോ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഫെമി ആൻഡ് ബൈജു. സോ ഇതാണ് ഞങ്ങളുടെ കണ്ടസ്റ്റന്റ്. ഇത് ഫെമി, ഇത് ഫെമിയുടെ ഹസ്ബൻഡ് ബൈജു. ഇവർ രണ്ടൊരു എപ്പോ ഇവിടെ ഫ്ലോറിൽ വന്നാലും ഇവർ പൊളിച്ചടുക്കിയിട്ടേ പോവാറുള്ളൂ. ഞങ്ങളും അങ്ങനെ തന്നെ, ഞങ്ങൾ മോശക്കാരൊന്നല്ല. പ്രശ്നമായിട്ടോ എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റണമല്ലേക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ എന്നാലും പിടിച്ചു നിൽക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഐശ്വര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കടങ്കഥയാണ് കേട്ടോ. ഇത് പറഞ്ഞില്ലെങ്കിൽ പിള്ളേര് വരെ കളിയാക്കും. മുള്ളുണ്ട് മുരിക്കല്ല, പാലുണ്ട് പശു അല്ല, വാലുണ്ട് വാനരനല്ല, നൂലുണ്ട് പട്ടമല്ല. ചക്ക. എന്ത് ഈസി ആയിട്ട് പറഞ്ഞു, വെറുതെ ചോദിക്കണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് പിഴയില്ല കേട്ടോ, നിങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള അയക്കുന്ന ഒരു കടങ്കഥയാണ്. കടങ്കഥ മലയാളത്തിൽ ഫെമി ഒരു പുലി ആയതുകൊണ്ട് ഇത് പറയുമെന്ന് എനിക്ക് തോന്നുന്നേ. ശാരിവള്ളി ശകുന്തളവള്ളി വെള്ളത്തിലിട്ടാൽ ചീയാത്ത വള്ളി. ഏതാ ഈ ശാരി ശകുന്തള എന്നാണ് ബൈജു ആലോചിക്കുന്നത്. വെള്ളത്തിലിട്ടാൽ ചീയില്ല, കേടാവില്ല. ഇതൊരു വള്ളിയാണ്. ശാരിവള്ളി ശകുന്തളവള്ളി വെള്ളത്തിലിട്ടാൽ ചീയാത്ത വള്ളി. ഇതൊക്കെ എല്ലാവരുടെ അടുത്തും ഉള്ളതാ ഈ ഒരു വള്ളിയൊക്കെ. അതാണ് അതിന്റെ ക്ലൂ. താമരയോ? താമരയാണോ? ബൈജു എപ്പോഴും താമരയും കൊണ്ടാണോ നടക്കുന്നത്? വേഗം വേഗം പണിഷ്മെന്റുള്ളതാണ്. പെട്ടെന്ന് പറ്റില്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയണം കേട്ടോ. ക്ലൂ ഇല്ല? ഇല്ലില്ല, ക്ലൂ ഒന്നുമില്ല. ഇത്രയല്ല, ഞാൻ ഒരു ക്ലൂ പറഞ്ഞത് എല്ലാവരുടെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞു. ഫെമി, അയ്യോ ഇതിനൊക്കെ ക്ലൂ ചോദിക്കുന്നോ, കഷ്ടം. നശിപ്പിച്ച് ഉത്തരം പറഞ്ഞു. ഞാനിവിടെ പണിഷ്മെന്റ് എടുത്ത് റെഡി ആക്കി വെച്ചിട്ടിരിക്കായിരുന്നു. വല്ല കാര്യമില്ല. പാവങ്ങളല്ലേ, അവർക്ക് പണിഷ്മെന്റ്. ഇവരെയൊക്കെ കണ്ട ഒരു എൻകറേജ്മെന്റിൽ നിൽക്കുകയല്ലേ, അപ്പൊ പണിഷ്മെന്റ് കൊടുക്കുന്ന പാവം. നമ്മുടെ പിള്ളേരാന്ന് പറയുന്നൊക്കെ കൊള്ളാം. ഇനി എങ്ങാനും ഹെൽപ്പ് ചെയ്താല് പണിഷ്മെന്റ് കിട്ടും. ഇനിയിപ്പോ അവിടുന്ന് ആരെങ്കിലും ജഡ്ജസ് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പണിഷ്മെന്റ് ജഡ്ജസിന് കൊടുക്കാം കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് രണ്ട് ടീമിനും ഒരുപോലെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഭാര്യമാർക്ക് നമ്മൾ ഓരോ കാർഡ്സ് തരാണ്. പിടിച്ചോളൂ. ഇതാ ഫെമി. ഓക്കെ, ഇനി നിങ്ങൾ പരസ്പരം ഫേസ് ചെയ്യാണ്ട് തിരിഞ്ഞു നിൽക്കണം. നമ്മൾ ഒരു കാര്യം ചോദിക്കും, അതിന്റെ ആൻസർ ഭാര്യമാര് ആ കാർഡിൽ എഴുതി ഏൽപ്പിക്കണം. ഓക്കെ, ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ പരസ്പരം സംസാരിച്ച വാക്ക് എന്താണ്? ഒന്നും പറയാൻ പാടില്ല, എഴുതാൻ മാത്രമേ പാടുള്ളൂ. ആദ്യം കണ്ടപ്പോൾ സംസാരിച്ച വാക്ക് എഴുതിയോ? ഓക്കെ, എന്നാ രണ്ടുപേരുടെയും കാർഡ് തന്നോളൂ. എന്തായിരിക്കും ആദ്യം കണ്ടപ്പോ സംസാരിച്ച വാക്ക്? പെണ്ണ് കാണാൻ പോയപ്പോ കണ്ടതല്ല. അല്ല അല്ല, വേറെ വഴിയിൽ എവിടെയോ വെച്ച് കണ്ടതാണ്. വഴിയിലും അല്ല, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോ അവിടെ ട്രെയിനിങ് ആയിട്ട് വന്നതാ. പാവം. അപ്പൊ ഞാൻ പഠിപ്പിക്കണം മാഷും സ്റ്റുഡന്റും ആണല്ലോ. ഞാൻ CT സ്കാൻ, പവിത്രമായ ഗുരു ശിഷ്യ ബന്ധം. ഞാൻ CT സ്കാൻ ടെക്നീഷ്യൻ ആയിരുന്നു എല്ലാ ഹോസ്പിറ്റലിൽ അങ്കമാലി. അപ്പൊ അവിടെ ട്രെയിനിങ് ആയിട്ട് വന്നതാ. സത്യം പറഞ്ഞാൽ വന്നപ്പോ എനിക്കിതിനെ കണ്ണിനെ കണ്ടൂടായിരുന്നു. എനിക്കും എന്നോട് പറയണത് ഈ പുള്ളി ഡ്യൂട്ടിയിലുള്ള ദിവസം എനിക്ക് വരാൻ താല്പര്യമില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ നല്ലപോലെ ചെയ്തു പറയായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. ഈ പുള്ളി ഡ്യൂട്ടിയിലുള്ള ദിവസം വീട്ടിൽ കയറാറില്ലേ? അത് വേണ്ട, അതിട്ടോട്ടുള്ള കളി വേണ്ട. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എവിടെയാ പഠിച്ചതെന്നാ ചോദിച്ചതെന്നാണ് തോന്നണത്. എവിടെയാ പഠിച്ചതെന്നാണ് ചോദിച്ചതെന്നാണ് തോന്നണത്. ഞാൻ ഓർക്കണില്ല. അങ്ങനെയൊന്നും അല്ലല്ലോ ഭാര്യ പറഞ്ഞത്. കണ്ടപാടെ പേര് ചോദിച്ചു എന്നാണല്ലോ പറഞ്ഞത്. സത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും എഴുതണ്ടേന്ന് എഴുതിയതാണ്. ആണ്. പിഴ തന്നോളൂ, മേടിച്ചോളാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്ന് കേട്ടിട്ടുണ്ടോ? അത് വിചാരിച്ചിട്ട് ആരും ഗുരുക്കന്മാരെ കല്യാണം കഴിക്കാൻ പാടില്ല എവിടെ എഴുതിയിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. ചുമ്മാ പറഞ്ഞാണ്. എനിവേ, അപ്പം പണിഷ്മെന്റ് എന്തായാലും ഉണ്ട് കേട്ടോ. ബൈജു പറയൂ, എന്താണ് ഫെമിയെ ആദ്യം കണ്ടപ്പോ പറഞ്ഞത്? ഞങ്ങൾ ആദ്യം കണ്ട കാര്യം ഞാൻ നേരത്തെ മാത്രമല്ല, ഇവിടെ അഭിനയിച്ച് കാണിച്ച ആൾക്കാരാണ് നിങ്ങൾ. കണ്ടതല്ല, ഞങ്ങൾ ഫോണിലൂടെ പരിചയപ്പെട്ടിട്ടാണ് പിന്നീടാണ് കാണുന്നത്. കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് ഐ ലവ് യു. കണ്ടപാട് ഐ ലവ് യു? അതെന്താ ഐ ലവ് യു? കണ്ടപാട് ആരെങ്കിലും ഐ ലവ് യു എന്ന് പറയോ? അതിന്റെ കൂടെ ആ കാല് കാണിച്ചിരുന്നു ഫസ്റ്റ്. കണ്ടപാടെ കാല് കാണിച്ചു. അതല്ല, കാര്യം പറയാ, വേറൊരു കാര്യമുണ്ട്. ഞാൻ
ഫസ്റ്റ് പറഞ്ഞായിരുന്നേ ഫോണിലൂടെ കാലെ കണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടായില്ലല്ലോ. കാലെ കണ്ട് ഇഷ്ടപ്പെട്ടാലേ ഞാൻ സമ്മതിക്കൂടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണോ കാല് കണ്ട് ഇഷ്ടപ്പെട്ടാലേ സമ്മതിക്കുള്ളൂ? തോറ്റല്ലേ? എന്തായാലും ഫെമി പറഞ്ഞ എന്താ അറിയോ, ഹായ് ഞാൻ ബൈജു, സുഖമാണോ എന്ന് ചോദിച്ചത്. രണ്ടുപേരും തെറ്റിച്ചിരിക്കുകയാണ്, രണ്ടുപേർക്കും പിഴയുണ്ട്. സോ നിങ്ങൾക്ക് തരാൻ പോകുന്ന ടാസ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സത്യമായിട്ടും മനസ്സ് നിറഞ്ഞു തരുന്നൊരു ടാസ്കാണിത്. അല്ല, ഒരു പിഴയാണിത്, നിങ്ങളത് മനസ്സിലാക്കണം. പൂവമ്പഴം ഇഷ്ടമാണോ? പൂവമ്പഴം ഇല്ലേ, നല്ല പൂവമ്പഴം ഒരു കൊല എടുക്കട്ടെ പ്ലീസ്. ആരെങ്കിലും നമ്മുടെ ഒരു പൂവമ്പഴം സ്റ്റേജിലേക്ക് കൊണ്ടുവരൂ. പഴുത്തതാണെങ്കിൽ നന്നായിട്ട് പഴുത്താണ്, 2 കുല കൊണ്ടുവരുന്നുണ്ട്. ആ പൂവമ്പഴത്തിൽ നിന്ന് നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം കിട്ടും. ഭാര്യമാർ ഓരോ പഴമായിട്ട് ഉരിഞ്ഞ് ഭർത്താവിനെ കൊണ്ട് കഴിപ്പിക്കണം. 2 മിനിറ്റ്സിനുള്ളിൽ 10 പഴം കഴിച്ച് കഴിയണം. പഴക്കുലകൾ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പണിഷ്മെന്റ് തുടങ്ങാൻ പോവാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പഴം കഴിക്കുക എന്ന് പറയുന്ന ഒരു പണിഷ്മെന്റ് ആയിട്ട് തരാൻ പോകുന്നത്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏറ്റവും ചെറുത് നോക്കി എടുക്കണേ. തൊലിയൊക്കെ ഇവിടെ വെക്കണം കേട്ടോ, നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളതാണ്. ഫെമി, ആ മനുഷ്യന് ബൈജുവിന് നമുക്ക് ഇനി ആവശ്യമുള്ളതാണ് കേട്ടോ. ഇത് പൂവനല്ല മോളെ കൂടെ. ഇത് പൂവനല്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് പൂവനല്ല, ഇത്തിരി മാറിപ്പോയി. ഇത് പാളയംകോടനായി പോയി. പാളയംകോടൻ, പാളയം തോടൻ എന്നൊക്കെ പല ഭാഗങ്ങളിൽ പറയുമായിരിക്കും. പക്ഷെ ഇത് നല്ലതാണ് അല്ലേ? ഇത് വയറിന് നല്ല അടിപൊളിയാണ്. പാളയംകോടൻ പഴം അല്ലേ? ടൈം കഴിയാറായില്ലേ? ബൈജുവിന് നമുക്ക് ഇനി ആവശ്യമുള്ളതാണ്. ഫെമി, നെഞ്ചൊക്കെ തിരുമ്പി കൊടുക്കും. ഭാര്യ പഴം കഴിപ്പിച്ച യുവാവ് അത്യാസന നിലയിൽ എന്നൊക്കെ പറയേണ്ടി വരും. യെസ്, നിങ്ങളുടെ ടൈം കറക്റ്റ് ആയിട്ട് 10 കഴിച്ചിട്ടുണ്ട്. ഇനി ബൈജുവിന്റെ കാര്യം ഫെമി ഇതുപോലെ എണ്ണുന്നുണ്ടായിരുന്നോ? യെസ്, ഓവർ ടൈം. ടൈം അപ്പ്, ടൈം അപ്പ്. ഫെമി എത്രയായി? ഫെമി 10 ആയോ? 1 2 3 4 5 6 7 8 എവിടെ? 9 ഇങ്ങനെയൊക്കെയാണോ പഴം പൊളിക്കുന്നേ? പഴുത്ത് ഞെട്ടണ്ണിയപ്പോ 10 ഉണ്ട് കേട്ടോ. രക്ഷപ്പെട്ടു രണ്ടുപേരും. ആദ്യമായിട്ടോ എനിക്ക് ഇങ്ങനെ സാധനം വായിൽ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഭാര്യ ഒരു സംഭവം വാരി കൊടുക്കുന്നത്. എന്താ ഭാര്യ അങ്ങനെ? കയ്യിലിരിപ്പ് നല്ലതായിട്ടാണ്. വിവാഹത്തിന് ശേഷം ആദ്യമായി ഭാര്യയെ കരയിക്കേണ്ടി വന്ന സന്ദർഭം? കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ കരഞ്ഞായിരുന്നു. അല്ല കറന്നുമല്ല, കസിന്റെ കല്യാണത്തിന് പോകാത്തതിന് വഴക്ക് കൂടി കരഞ്ഞു. നീ ഇതുവരെ ഒന്നും മറന്നിട്ടില്ലല്ലേ? എങ്ങനെ പോർക്ക് കാണിക്കുന്ന കുട്ടിപ്പോയി അങ്കവാലിയിലെ മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. അടുത്ത ടാസ്കിലേക്ക് പോവാം. ഇതിപ്പോ ഒരു ഫണ്ണായിരുന്നു ഈ ഒരു ടാസ്ക്. ഭാര്യമാരാണ് വീണ്ടും ഇത് എഴുതേണ്ടത്. ഭർത്താക്കന്മാരെ ഒന്ന് തിരിഞ്ഞു നിൽക്കണം. ഫെമി ആൻഡ് സിമി രണ്ടുപേരും എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാല്, വിവാഹത്തിന് ശേഷം ആദ്യമായി ഭാര്യയെ കരയിക്കേണ്ടി വന്ന സന്ദർഭം. നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ ആദ്യമായിട്ട് ഭർത്താവ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂന്റെ പേരിൽ കരയേണ്ടി വന്ന ആ ഒരു സിറ്റുവേഷൻ. ആദ്യത്തേതാണ് കേട്ടോ. കഴിഞ്ഞോ? സിമി കഴിഞ്ഞിട്ടുണ്ട്. തന്നോളൂ സിമി. ഭർത്താക്കന്മാർ തിരിഞ്ഞു നിന്നോളൂ. സോ എന്താണ് ആ മഹത്തായ സന്ദർഭം? കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ കരഞ്ഞായിരുന്നു. അല്ല കറന്നുമല്ല, അതായത് സിമിയുടെ പപ്പ മരിച്ചതാണ്. അപ്പോ അന്ന് രാത്രി ആള് പപ്പയുടെ കാര്യം പറഞ്ഞിട്ട് കരഞ്ഞായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് കരയിച്ചതല്ലോ. ഞാൻ കാരണം നിങ്ങൾ കരയിച്ചാണോ? അല്ല, ഞാൻ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂന്റെ പേരിൽ കരയിപ്പിച്ചത്. പറയട്ടോ, അങ്ങനെ സംഭവമേ ഇല്ലാന്ന് പറയും. ഞാൻ ഓർക്കണല്ലോ. ഞാൻ ഓർക്കണില്ല, ഞാൻ എങ്ങനെ കരയിപ്പിച്ചിട്ടില്ല എന്നാണ്. കരയിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ആദ്യത്തെ എന്താന്ന് അങ്ങോട്ട് ഓർപ്പിച്ചിട്ടല്ലേ. ഓക്കെ, നമുക്ക് സിമി എഴുതിയ ആൻസർ എന്താണെന്ന് നോക്കാം.
കസിന്റെ കല്യാണത്തിന് പോകാത്തതിന് വഴക്ക് കൂടി കരഞ്ഞു. കണ്ടോ 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 പുറത്ത് വരണ കണ്ടോ? ഇതാ പറയണേ, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും ഈ പെണ്ണുങ്ങള് നീ ഇതുവരെ ഒന്നും മറന്നിട്ടില്ലല്ലേ? അതെനിക്ക് ഇഷ്ടമായി, അതെനിക്ക് നല്ല ഇഷ്ടമായി. നീ അത് ഇതുവരെ പറഞ്ഞു. ഇതാണ് പെണ്ണുങ്ങളോടൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം, അല്ലെങ്കിൽ സൂക്ഷിച്ച് പെരുമാറണം. നമ്മള് ഒരു ആയുസ് കഴിഞ്ഞാൽ ഇതൊന്നും മറക്കുകയല്ല, എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. മനസ്സിലായല്ലോ? ശിലയിൽ കൊത്തിയ പോലെ. അതുപോലെ ഈ കരച്ചിലിനെ കുറിച്ചും വഴക്കിനെ കുറിച്ചും പറഞ്ഞപ്പോഴാണ് നിങ്ങൾ തമ്മിൽ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവാറില്ലേ? വഴക്ക് സ്വാഭാവികമായി ഉണ്ടാവാറുണ്ടല്ലോ. ഇന്ന് രാവിലെ കൂടി ഉണ്ടായി ഇങ്ങോട്ട് വരുമ്പോ. അതെന്തിനായിരുന്നു നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷെ എന്നാലും ആരാ ആദ്യം അത് കോംപ്രമൈസ് ചെയ്യാൻ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാറ്? ഇങ്ങനെ കുറെ ദിവസങ്ങളൊന്നും ഞങ്ങൾ വഴക്കൂടി ഇരിക്കാറൊന്നുമില്ല. ഞങ്ങൾ സ്വതവേ ഇപ്പൊ ഞാനാണ് കാരണമെങ്കിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ബിനു ആണ് അതിന് ഇതാണെങ്കിൽ അവൾ കോംപ്രമൈസ് ചെയ്യാൻ വലിയൊരു മേജർ ഇഷ്യൂലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇനിയും വരില്ല എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കണം. പറഞ്ഞ ചട്ടിയും കഥല്ലേ, അതൊക്കെ തട്ടി എന്നാലേ ഒരു കുടുംബജീവിതത്തിന് ഒരു രസമുള്ളൂ. അപ്പോഴൊരു മ്യൂസിക് പോലെ ഉണ്ടോ? എല്ലാവരും 100% എല്ലാവരും എഗ്രി ചെയ്യുന്ന കാര്യമാണ്. സോ നമുക്ക് ഇവരിലേക്ക് വരാം. എന്താണ് ഫെമി ആദ്യമായിട്ട് കരഞ്ഞ സംഭവം? ഫസ്റ്റ് 7 months പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്. അതുവരെ നിങ്ങൾ വഴക്കുണ്ടാക്കിയില്ല? വഴക്കുണ്ടാക്കണ്ട, കരഞ്ഞത്. കരഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് ഞാൻ എന്തോ ചെയ്തപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്തോ പറഞ്ഞു വീട്ടിലോട്ട് പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. 7 മാസം ഗർഭിണിയായ ഭാര്യയോട് നിങ്ങൾ പറഞ്ഞ് വീട്ടിൽ പോക്കോളാം, അല്ലെങ്കിൽ 7-ാം മാസം കൂട്ടിക്കൊണ്ടു പോകുന്നൊരു ചടങ്ങുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. കൂട്ടിക്കൊണ്ടുപോയില്ല. കാര്യം അതിനാണോ കരഞ്ഞ ഫെമി? വീട്ടിൽ മീൻസ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ മീൻസ് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് ബസ് വെയിറ്റ് ചെയ്യണം. ബിരിയാണി ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു, അപ്പം എന്തോ അങ്ങനെ എന്തോ വഴക്കുണ്ടായി. ഞാൻ കരഞ്ഞു. വീട്ടിൽ വന്നിട്ട് മമ്മീനോട് വിളിച്ച് പറഞ്ഞു, മോളെ കൊണ്ടുപോയിക്കോ, 7 മാസം കൊണ്ടുപോയിക്കോന്നാ പറഞ്ഞു. ഭയങ്കര കാണോലെന്നല്ലോ. ഒരു ബിരിയാണിയുടെ പേരിലാണോ ഡൽഹിക്ക് പറഞ്ഞേക്കുന്നത്? ഇത് രണ്ടും സെയിം സമയത്താണോ നടന്നത്? ബിരിയാണി ചോദിച്ചത്, ഹോസ്പിറ്റലിൽ പോയതും ആൻഡ് 7-ാം മാസത്തില് ആണോ? സെയിം ടൈം. പിന്നെ ബൈജുന് കൺകുരു വന്നോ? ഈ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു കുട്ടി ചോദിക്കും ഒരു കാര്യം വേണം എന്ന് പറയുമ്പോൾ അത് വേണ്ടെന്ന് അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ കൺകുരു വരും. അതറിയാവോ? അത് വന്നില്ലേ? അങ്ങനെയും ഉണ്ട്. കണ്ണ് തുറക്കാനേ പറ്റില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ണ് തുറക്കാനേ പറ്റില്ലായിരുന്നു. ഫെമി, നിങ്ങളുടെ ആൻസറും ആ വഴിയെ പോയതേ ഉള്ളൂ. പക്ഷെ എന്നാലും രണ്ടുപേരും എഴുതിയിരിക്കുന്ന പറഞ്ഞതും എഴുതിയതും എക്സാക്ട്ലി സെയിം കാര്യമല്ല. സെയിം അല്ലേ? ഞങ്ങൾക്ക് ഒരു പണിഷ്മെന്റ് എങ്ങനെയെങ്കിലും തന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള 2 ഡാൻസ് മൂവ്സ് ചെയ്താൽ മതി. ഇവർക്കൊരു പണിഷ്മെന്റ് കൂടി ഉണ്ട്. കരയിച്ച സിറ്റുവേഷൻ പറഞ്ഞാൽ മാറിപ്പോയില്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു ചോയ്സ് തരാണ്. താങ്കൾ ഒരു പാട്ട് പാടണം, ഇഷ്ടമുള്ള പാട്ട് പാടണം. क्या हुआ तेरा वादा वो कसम वो इरादा क्या हुआ तेरा वादा वो कसम वो इरादा भूलेगा दिन जिस दिन तुम्हें वो दिन जिंदगी का आखिरी दिन होगा क्या हुआ तेरा वादा वो कसम वो इरादा ആ പണിഷ്മെന്റ് കുറച്ചും കൂടെ നീട്ടാവായിരുന്നു അല്ലേ? ഇത് പണിഷ്മെന്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും നല്ലൊരു ട്രീറ്റ് ആയിരുന്നു. സോ നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ വന്നത് നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഫ്ലാറ്റിന് വേണ്ടിയിട്ടല്ല വന്നതെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൽ ഒരുപാട് നന്ദിയുണ്ട്.
നമ്മുടെ ഈ കണ്ടസ്റ്റൻസിന്റെ കൂടെ ഇപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, എന്താണ് അവരോട് പറയാനുള്ളത്? അതായത് ഇതൊരു കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അവർ തമ്മിലുള്ള ഇണക്കവും പിണക്കവും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു മെൻ്റൽ അറ്റാച്ച്മെൻറ്റ് നമ്മളെങ്ങനെയായിരിക്കണമെന്ന് മറ്റുള്ളവരെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു വേദി കൂടിയാണ്. കാരണം ഒരുപാട് പേര് ഈ പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങളോട് പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഫാമിലി പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ സൂയിസൈഡ് ചെയ്യാൻ പോയ ഒരു പാർട്ടിയാണ് അവർ ഇവിടെ വിളിച്ച് സംസാരിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ ടി വിയിൽ കാണുന്ന ഈ ആട്ടവും പാട്ടവും മാത്രമല്ലാതെ ഇതിൽ നിന്നും നമുക്കൊരു മെസ്സേജ് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുക, ഫ്ലാറ്റ് കിട്ടുക, അല്ലെങ്കിൽ സെക്കൻഡ്, അതല്ല എൻ്റെ കാര്യം. ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് കിട്ടാത്തവരോട് അങ്ങനെ പറയണതല്ല. പക്ഷെ എന്നാലും ഒരു കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും ഇതിനെ ഒരു നല്ല ഒരു മെസ്സേജ് ഈ പരിപാടിക്ക്, ഇതുപോലെയുള്ള പരിപാടികൾക്ക് നമ്മൾ ഫാമിലികളിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ യുവർ മാക്സിമം ലെവൽ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ്. സിമി, എന്താണ് പറയാനുള്ളത് ഈ വീട്ടമ്മമാരോട്? നല്ലൊരു പ്രോഗ്രാമാണ്. ഇത് വരാൻ സാധിച്ചതിൽ സന്തോഷം. എല്ലാ വീട്ടമ്മമാർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഞങ്ങൾ ടി വിയിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ടായിരുന്നേ. ഞങ്ങളുടെ കുട്ടപ്പായ എന്ന് വിളിക്കുന്ന റയാന് ഞങ്ങൾ ഈ അവസരത്തിൽ എല്ലാ പ്രേക്ഷകർക്കും പരിചയപ്പെടുത്തുന്നു. എന്താ മക്കളുടെ പേരെന്താ? എൻ്റെ പേര് ഷാരോൺ. ഏത് ക്ലാസ്സിലാണ് ഷാരോൺ പഠിക്കുന്നത്? ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ. എൻ്റെ പേര് സന, ഞാൻ 5th പഠിക്കുന്നത്. ഓ, വെരി ഗുഡ്. സന ഒരു സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടർ ആയിരുന്നു കേട്ടോ. ആണോ? ഏതാണ് മൂവി? ബ്ലാക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അവന് മൈക്ക് വേണം തോന്നുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും പറയോ? അവൻ മൈക്ക് തിന്നാനുള്ള ശ്രമത്തിലാണ്. അവൻ അങ്കമാലി ഡയറീസ് സിനിമ കണ്ടതിന് ശേഷം നമ്മള് അതിലെങ്ങനെയാ അങ്കമാലിയിലെ പോർക്ക് കാണിക്കുന്നത് വെച്ചാൽ അവൻ അതുപോലെ കാണിക്കും. ആണോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ പോർക്ക് കാണിക്കുന്ന കുട്ടിപ്പോയി അങ്കമാലിയിലെ. അപ്പന്റെ സിനിമ കണ്ടിട്ട് അങ്ങനെ പഠിച്ചു. അപ്പൊ ഹാപ്പി ഫാമിലി, ഗോഡ് ബ്ലെസ്. അപ്പൊ എപ്പോഴും ഇതേ സന്തോഷത്തോടു കൂടി കാണാൻ പറ്റട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ. താങ്ക് യു സോ മച്ച്. നല്ലൊരു മെസ്സേജ് നിങ്ങൾ കൊടുത്തു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്കറിയില്ല നിങ്ങൾ എത്രമാത്രം ഇൻസ്പിറേഷനാണ് ഞങ്ങളുടെ കണ്ടസ്റ്റൻസിനെന്ന്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. നമുക്ക് ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. ആദ്യം വിനു ആൻഡ് സിമി, നിങ്ങളെല്ലാവരെയും ഒന്ന് ഒഴിഞ്ഞിടണം. ബിക്കോസ് നിങ്ങളൊരു നോർമൽ ഫാമിലി, യുനോ, ആൻഡ് ഇറ്റ് ഈസ് ഹാർട്ട് വാർമിങ് ഇങ്ങനത്തെ ഒരു ഫാമിലിയെ കാണാൻ. വിനു, യു സിങ് ലൈക്ക് എ ഡ്രീം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. The two of you. അയ്യോ, കുറേ പഴം കഴിച്ചു അല്ലേ? സെമി അങ്ങോട്ട് കണ്ടൊന്ന് സിമിയുടെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പഠിക്കണം. ആക്ച്വലി ആ കൊലയിൽ സിമി ഏറ്റവും കൊച്ചു പഴം എടുത്ത് വിനുവിന് കൊടുത്ത്. യു വർ ടേക്കിംഗ് ഏറ്റവും അടിയുന്ന വലിയ വലിയ പഴങ്ങൾ. ആൻഡ് പാപം ഈ കൊണ്ടുവൻ മിഴുങ്ങുകയുണ്ട്. ഞാൻ പഴുത്ത പഴം മാത്രം നോക്കി കൊടുത്തോളൂ, വിഴുങ്ങാൻ എളുപ്പമുണ്ട്. ഞാൻ വിചാരിക്കുന്നു സിമി ഏറ്റവും കൊച്ചു കൊച്ചു പഴം എളുപ്പം എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ 10 പഴം ഇങ്ങനെ കഴിച്ചു. And poor fellow, he was just like മിഴുങ്ങി വിഷമിച്ചു പോയല്ലേ. പക്ഷെ you still did it. സിമിയും വിനും നല്ലൊരു മെസ്സേജ് നിങ്ങൾ കൊടുത്തു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് കാണുന്നവർക്ക് ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഇത്ര ഹാപ്പി ആയിട്ട് എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു നല്ല മെസ്സേജ് ഇവർക്കെന്ന് മാത്രമല്ല കാണികൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു സംഗതിയാണ് നടന്നത്. ബൈജു ഫെമിയും പറഞ്ഞ മാതിരി എഴുതുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുക. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള അവസരത്തിൽ. എനിവേ, ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ ക്ലിയറൻസ് എനിക്കും ഇല്ലായിരുന്നു. മറ്റേ ബിരിയാണി സെയിം ഡേ ആയിരുന്നോ, സെയിം ടൈം ആയിരുന്നോ, ഇല്ല കുറേ നാളുകൾ വ്യത്യാസം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ശേഷം കറിയിപ്പിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ, പിന്നെ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ്. വിനു ആൻഡ് സിമി, നിങ്ങൾക്കറിയില്ല നിങ്ങൾ എത്രമാത്രം ഇൻസ്പിറേഷനാണ് ഞങ്ങളുടെ കണ്ടസ്റ്റൻസിനെന്ന്. കാരണം
നിങ്ങളുടെ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നി, നിങ്ങൾ ഒട്ടും പ്രിറ്റൻഡൻസ് ഇല്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നിങ്ങൾ സ്റ്റേജിൽ വന്നിട്ട് പെരുമാറിയത്. പിന്നെ ഒരുപാട് പഴം കഴിച്ച് അവശനായി നിൽക്കുന്ന ബൈജുവിനോട് എനിക്ക് ഇനി ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. പറയാനുള്ളവരെല്ലാവരും പറഞ്ഞു. നല്ല സ്നേഹമാണ്, ഫുൾ സ്നേഹം കാണാൻ പറ്റുന്നുണ്ട്, അത് അറിയാൻ പറ്റുന്നുണ്ട്. എപ്പോഴും സ്നേഹത്തോടെ ഇരിക്കാൻ പറ്റുന്നത് സത്യത്തിൽ ദൈവാനുഗ്രഹമാണ്. അതെന്നും ഉണ്ടാവട്ടെ, നിങ്ങളുടെ രണ്ടുപേരും ഫാമിലിയിൽ എപ്പോഴും ഉണ്ടാവട്ടെ. എന്താണ് ഫെമിക്കും ബൈജുവിനും കിട്ടുന്ന മാർക്സ്? Femi, you get 76 on 100. Thank you, ma'am. So congratulations. Thank you. അപ്പോൾ ഈ ഒരു കപ്പിൾ റൗണ്ടിൽ 76 on 100 ആണ് നിങ്ങളുടെ മാർക്സ്. Thank you. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ലാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. തികച്ചും അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പെർഫോമൻസുകളിലൂടെയാണ് ജഡ്ജസിനെയും കാണികളെയും ഒരുപോലെ വിസ്മയിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീട്ടമ്മമാർ മാറ്റുരച്ചുകൊണ്ടിരിക്കുന്നത്. നിരപറ മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി, കോ ബ്രാൻഡഡ് ബൈ സെറയുടെ വരും എപ്പിസോഡുകളിലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് ദൃശ്യ വിസ്മയങ്ങളാണ്. Till then, it's a bye.